വാട്ട് എ മാച്ച്. ആ ഒരു 100ാമത്തെ മിനിറ്റിൽ ആ ഒരു 3ാമത്തെ ഗോൾ റിയോ അടിച്ച സമയത്ത് സീറ്റിന്റെ മുകളിൽ എണീച്ച് തുള്ളുകയായിരുന്നു. അതുവരെ ഇങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സ് ഇമോഷൻസ്. എന്താണ് കളിക്കുന്നത്, എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് ഒരു യാതൊരു ഐഡിയ ഇല്ല. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ 30 മിനിറ്റ് ലിവർപൂൾ എന്താണ് കളിച്ചതെന്ന് ലിവർപൂളിന്റെ പ്ലേയേഴ്സിന് അറിയില്ല, കാണുന്ന നമ്മൾ തന്നെ വിചാരിക്കും എന്താ ഒരു മൂന്ന് പാസ് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം 1-2 മൂന്നാമത്തേൽ ഒന്നെങ്കിൽ ബോഡി ഇടും, അല്ലെങ്കിൽ മിസ് പാസ്, അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ന്യൂകാസിലിന്റെ മിഡ്ഫീൽഡേഴ്സ് കളിച്ച ആ ഒരു മാൻ മാർക്കിങ്ങും ടാക്ലിങ്ങും ഇന്റർസെപ്ഷനും ഉന്തലും തള്ളലും അല്ല ലിവർപൂളിന്റെ പ്ലേയേഴ്സിന് ആ ഒരു സെറ്റിൽ ചെയ്യാൻ വിട്ടിട്ടേ ഇല്ല 30 മിനിറ്റ് വരെ. അത് ആദ്യത്തെ 13ാമത്തെ മിനിറ്റിൽ വേർഡ്സിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഒരു ആദ്യത്തെ ആ ഒരു 13 മിനിറ്റ് ലിവർപൂളിന്റെ ഭാഗത്തുണ്ടായ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 15ാമത്തെ മിനിറ്റിൽ എലാങ്ക കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 27ാമത്തെ മിനിറ്റിലും 28ാമത്തെ മിനിറ്റിലും ഗോർഡന് 2 ചാൻസാണ് കിട്ടിയത്. പിന്നെ 31ാമത്തെ മിനിറ്റിൽ കൊണാട്ടയുടെ ഒരു മിസ്റ്റേക്ക്, അത് ഞാൻ വിചാരിച്ച മിക്കവാറും അത് കയറാൻ സാധ്യതയുണ്ട് ഗോള്. 34ാമത്തെ മിനിറ്റിൽ ഗ്രാവൻബർഗിന്റെ ഗോള്. ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു 30 മിനിറ്റ് വരെ ന്യൂകാസിലിന്റെ ഭാഗത്തുണ്ടായ ഒരു പ്രഷറും പ്ലേയും എല്ലാം കൂടിയിട്ട് ലിവർപൂൾ 34ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിക്കുന്നു. ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഗ്രാവൻബർഗ് അടിച്ച് നോക്കിയതെന്ന് കയറിപ്പോയി. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു കളിയിൽ ഒരു മയം ഉണ്ടായിരുന്നു. പക്ഷേ 41ാമത്തെ മിനിറ്റിൽ ലിവർപൂളിന് ആ ഒരു ചാൻസ് കിട്ടി. ആകെ അത്രയും സമയം കളിച്ചിട്ട് ആ ഒരു മൊമെന്റ്, ആ ഒരു ഗ്രാവൻബർഗിന്റെ ഗോൾ ഒഴികെ ബാക്കി ആ 41ാമത്തെ മിനിറ്റിൽ ഗാക്പോ ബോൾ എടുത്തിട്ട് റണ്ണ് ചെയ്ത് ഫൈനൽ തേർഡിലേക്ക് വന്ന് സാലക്ക് ഒരു ഗോൾ എടുത്ത് സാലൊരു ഒരു സ്ലിക്ക് പാസ് ഉണ്ടായിരുന്നു, ജോൺസിന് ജസ്റ്റ് മിസ്. അത് മാത്രമായിരുന്നു ലിവർപൂളിന്റെ ഭാഗത്തുണ്ടായ ഒരു നല്ല ഒരു പ്ലേ എന്ന് പറയുന്നത്. അതുവരെ 1-2 മൂന്നാമത്തെ പാസ് മിസ്, 1-2 3 നാലാമത്തെ പാസ് മിസ്. അവന്മാർ ന്യൂകാസിൽ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ ഭരിച്ചു എന്ന് തന്നെ പറയാം. എക്കിറ്റിക്കൊക്കെ ബോൾ കിട്ടുമ്പോൾ എല്ലാം കൂക്കല്, എല്ലാം അവർക്കറിയാം. എക്കിറ്റിക്കെയാണ് ന്യൂകാസിൽ ആദ്യം നോക്കി വെച്ചത്, ഒരുപാട് കാലം സ്കൗട്ട് ചെയ്തതാണ്. ലിവർപൂളിലേക്ക് പോയി അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. എക്കിറ്റിക്ക് ബോൾ കിട്ടുമ്പോൾ എല്ലാം കൂക്കലായിരുന്നു കാണികളെ മുമ്പ്. പിന്നെ വേർഡ്സിനൊക്കെ ബോഡി ഇടുന്നതൊക്കെ കാണണമായിരുന്നു. പിന്നെ നമ്മളെ ആന്റണി ഗോർഡന്റെ റെഡ് കാർഡ്, അത് VAR ചെക്ക് ചെയ്യാൻ റെഫറി ആ ഒരു സ്ക്രീനിലേക്ക് പോകാൻ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെന്തായിട്ടും യെല്ലോ കാർഡ് മാറിയിട്ട് റെഡ് കാർഡ് ആവുന്നു. പിന്നെ രണ്ടാമത്തെ ആ പകുതിയിൽ ഫസ്റ്റ് തന്നെ കളി തുടങ്ങിയാണ് വെക്കിറ്റിക്കയുടെ ഗോള്. 2 കളിയിൽ 2 ഗോളുകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. ഇപ്പം ഗോൾ അടിക്കാൻ അറിയുന്ന ഒരു സ്ട്രൈക്കർ ഇപ്പം ലിവർപൂളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ഗോൾ അടിച്ച് 2 ഗോളിന്റെ ലീഡ്, പിന്നെ ന്യൂകാസിൽ 1 മാൻ ഡൗൺ. ഞാൻ വിളിച്ച് ഈ സമയത്തെങ്കിലും കുറച്ചും കൂടി ന്യൂകാസിൽ കുറച്ചും കൂടി ഡിഫൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കോഷനായിട്ട് കളിക്കും. അതുകൊണ്ട് ലിവർപൂളിന് കുറച്ചും കൂടിയും മത്സരം ഒന്ന് കയ്യിൽ എടുക്കാന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും നടക്കും. പക്ഷെ എന്നിട്ടും അവന്മാർ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് കളിച്ചുകൊണ്ടിരുന്ന മിഡ്ഫീൽഡിൽ. പ്രത്യേകിച്ച് 56ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഗിമാരസിന്റെ ഗോൾ. എന്താണ് വായി കെർക്കസ, ഒന്നാമത് നീളമില്ല നിങ്ങൾക്ക് ചങ്ങായിക്ക്, ഒന്നാമത് നീളമില്ല, ആകെ 5 അടി 2 ഇഞ്ചാറ്റ നീളുള്ളൂ. ആ ഒരു ബോള് വരുമ്പോൾ ഒന്നെങ്കിൽ ആ ഹെഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടൂല എന്നറിയില്ലെങ്കിലും എതിർ കളിക്കാരെ ഒരു ക്ലീൻ ആയിട്ട് ഹെഡ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക. അതിന് പകരം ബോൾ ഇതിലേ വരുമ്പോൾ കുണ്ടി ഇതിലേ ഇട്ടിട്ട് ഇങ്ങനെ വളരെ വളരെ ബാഡ് ഡിഫെൻഡിങ് ആയിരുന്നു. ആ ഒരു ഗോള് വീണതിന് ശേഷം ന്യൂകാസിലിന്റെ ഓൾറെഡി അത്രയും സമയം ഏകദേശം മത്സരത്തെല്ലാം നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും അറ്റാക്കിങ് ഫേസ് കളിച്ചത് എല്ലാം ന്യൂകാസിലാണ്. അപ്പോൾ ആ ഒരു ഗോളും കൂടി വീണതിന് ശേഷം അവന്മാർ ആ ഒരു മെൻറ്റാലിറ്റി, ഓൾറെഡി ഇത്രയും മെൻറ്റാലിറ്റി ഉണ്ട്, ആ ഒരു അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ആവേശം വന്നു. പിന്നെ കാണികളൊക്കെ എല്ലാ ടേക്ക് ഓൺസും എല്ലാ ടാക്കുകളും എല്ലാ ഇന്റർസെപ്ഷനും എല്ലാത്തിനും കാണികൾ, പിന്നെ ഒച്ചപ്പാടും ബഹളവും എല്ലാം. രണ്ടാമത്തെ ഗോള് അത് ലിവർപൂളിൻ്റെ ഹൈലൈൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ആ രണ്ടാമത്തെ ഗോള് വീണേരം ഇല്ല, ഒരു എല്ലാ ഇമോഷൻസും ഇങ്ങനെ വന്ന് ദേഷ്യമോ സങ്കടമോ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു ഇമോഷൻസ് ഇങ്ങനെ മാഞ്ഞു മറിയായിരുന്നു മനസ്സിൽ. ഒന്നാമത്തെ ദേഷ്യം കാരണം എന്താണ്, അവർ 10 ആളായിട്ട് ചുരുങ്ങിയിട്ടും 2 ഗോളിന്റെ ലീഡ് കളഞ്ഞതാണ്. പിന്നെ അവർ 80 മുതൽ 90 മിനിറ്റ് വരെ ലിവർപൂൾ എങ്ങനെയും കളി മതിയാക്കിയിട്ട് പോയാൽ മതി, ഒരു സമനില കിട്ടിയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ കളിക്കുന്ന പോലെയാണ് തോന്നിയത്. അവന്മാർ അറ്റാക്ക് ടോട്ടൽ മത്സരത്തിൽ അവർ 7-8 കോർണറായിട്ട് അവർ കിട്ടി. ലിവർപൂളിന് കിട്ടിയത് ഒറ്റ കോർണറാണ്.
പിന്നെ ഒരു 13 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തു. എനിക്ക് തോന്നിയില്ല, ഞാൻ വിചാരിച്ച എന്തായാലും ലിവർപൂള് മൂന്നാമത്തെ ഗോള് നേടാൻ പോകുന്നത്. ആ ഒരു അറ്റംപ്റ്റ് ലിവർപൂളിന്റെ ടീമൊന്നും ഉണ്ടായില്ല, പ്ലെയേഴ്സിന്റെ ഒരു ഭാഗത്തുനിന്ന് തീരെ ഉണ്ടായില്ല. അത് ഒന്നാമത്തെ കാരണം അവന്മാരെ ഫിസിക്കൽ പ്രസൻസ് ആണ് എല്ലാവരും. പിന്നെ നമ്മളെ 16 വയസ്സുള്ള റിയോ എങ്കുമാഹോ. കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും അധികം ലിവർപൂൾ ഫാൻസിന്റെ കമന്റ്സ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് റിയോക്ക് മത്സരത്തിൽ ടൈം കൊടുക്കാത്ത, കുറച്ചും കൂടി ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വൃത്തി കളിക്കും, ഇപ്പം എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ആയിരുന്നു. ഈ ഗാക്പോനെ വിളിച്ചിട്ട് കുറച്ചും കൂടി മുന്നേ ഇറക്കേണ്ടതായിരുന്നൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ ആ ബോൺമൗത്തിനെതിരെ മത്സരത്തിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ, ലിവർപൂൾ FC പേജിൽ വന്ന കമന്റ്സ്, ലിവർപൂൾ ഫാൻസിന്റെ കമന്റ്സ് ഒക്കെ അങ്ങനെയായിരുന്നു. ആ ഒരു ഗോള് വീണായിരുന്നു 100ാമത്തെ മിനിറ്റിൽ. ആ ഒരു ഫുൾ ഇമോഷൻസിൽ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയെങ്കിലും ഇവന്മാരെ ഇനി ഇങ്ങനെ സമനില പിടിച്ച് കളി തീർക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. ആ ഗോള് വീണാണ് ചാടി എഴുന്നേറ്റ് കൈയടിക്കലും, ആ ഒരു ഇമോഷൻസ് എല്ലാം ഔട്ട് ബ്രേക്ക് ആയിപ്പോയി. എന്താ പറയണ്ടേ, മത്സരം ഒരു ക്ലാസിക്കൽ കണ്ടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരം. ശരിക്കും എല്ലാ ഇമോഷൻസ് ആയാലും അവരെ ഫിസിക്കാലിറ്റി സമ്മതിച്ചു കൊടുക്കണം ആ ടീങ്ങൾ. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ ഒരു ക്ലാസിക്കൽ മത്സരം. എസ്പെഷ്യലി അവസാന നിമിഷത്തിൽ ഗോള് വീഴുന്നത് എല്ലാ മത്സരത്തിലും കിട്ടുന്ന ഒരു ഇമോഷൻസ് ഉണ്ടാവില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. ഒന്നാമത് വിജയിച്ച ടീമിൻ്റെ ഭാഗത്താണ് നിങ്ങളെങ്കിൽ അവസാന നിമിഷം ആ ഒരു ഗോൾ അടിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒരു പ്ലെയറെയും കുറ്റം പറയുന്നില്ല, ഒരു പ്ലെയറെയും നല്ലതെന്ന് പറയുന്നില്ല. കാരണം മത്സരത്തിൻ്റെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വ്യത്യാസമായിരുന്നു. എല്ലാവർക്കും അറിയാം ഇത് ഭയങ്കര ഫിസിക്കലായിട്ടുള്ള മത്സരമായിരിക്കും. അവന്മാർ ലിവർപൂളിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്നു, എസ്പെഷ്യലി ഇസാക്കിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട്. അപ്പം ആര് നല്ലത് കളിച്ചു ആര് മോശം കളിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കില്ല അഭിപ്രായമെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ എഴുതിയിടുക. അതേപോലെ നിങ്ങളെ ആ ഒരു ഇമോഷൻ എന്തായിരുന്നു, ആ ഒരു 100ാമത്തെ മിനിറ്റിൽ ആ 3ാമത്തെ ഗോള് വീണേരം നിങ്ങളുടെ ഇമോഷൻസ് എന്തായിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.